യോനയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. അനുസരണം കെട്ട പ്രവാചകൻ എന്ന് അപരനാമധേയത്താൽ അറിയപ്പെടുന്ന ഒരാളാണ് യോന. ഈ വായിച്ച വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം ആത്മീക സത്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം. യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചപ്പോൾ അത് അനുസരിച്ചു. യോനയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ യോന അനുസരിച്ചില്ല. യോന അതിന് എതിരായി പ്രവർത്തിക്കാനിടയായി. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു കടൽ ജീവിയെ അവിടെ രേഖപ്പെടുത്തുകയാണ്. മത്സ്യം, മഹാമത്സ്യം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് യഹോവയുടെ വാക്ക് കേൾക്കാനും യഹോവയുടെ വാക്ക് അനുസരിക്കാനിടയായി. യോനയെ പോയി വിഴുങ്ങാൻ പറഞ്ഞു. കൃത്യമായി ആ കാര്യം ചെയ്തു. ആരെയും തെറ്റാതെ, മറ്റാരെയും വിഴുങ്ങാതെ കടലിലേക്ക് എറിയപ്പെട്ടവനായ യോനയെ കൃത്യമായി വിഴുങ്ങി. എപ്പോൾ ഛർദ്ദിക്കണം, എവിടെ ഛർദ്ദിക്കണം എന്ന് കൃത്യമായ അളവുകൾ, വാക്കുകൾ ദൈവം ആ മത്സ്യത്തിന് നൽകി. അത് അതുപോലെ അനുസരിച്ചു. പ്രിയമുള്ളവരെ, നാം ദൈവത്തോട് എത്രമാത്രം അനുസരണമുള്ളവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.